ദിലേഷ് ടി വ്ലോഗിന്റെ പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2 ദിവസത്തെ മൈസൂർ യാത്ര എങ്ങനെ പ്ലാൻ ചെയ്യാമെന്നതിനെ കുറിച്ചാണ്. മൈസൂരിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒന്നുകിൽ KSRTC ബസ്സിൽ അല്ലെങ്കിൽ മറ്റ് സ്വകാര്യ വാഹനങ്ങളാണ് കൂടുതലായും യാത്ര ചെയ്യാറ്. കോഴിക്കോട് ഭാഗത്തു നിന്നാണെങ്കിൽ നമ്മൾ പോകുന്നത് താമരശ്ശേരി ചുരം കയറി ലക്കിടി വ്യൂ പോയിന്റ് മനോഹരമായ കാഴ്ചകളെ കണ്ട് നമ്മൾ മാനന്തവാടി എത്തുക. മാനന്തവാടിയിൽ നിന്നും സുൽത്താൻ ബത്തേരി വഴി മുത്തങ്ങക്കാടിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക. മുത്തങ്ങക്കാടിലെ കാഴ്ചകളെ കണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ കാണാൻ കഴിയുക വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. നമ്മളുടെ യാത്ര സ്വകാര്യ വാഹനങ്ങളാണെങ്കിൽ ഇവിടെയുള്ള കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് മൈസൂരിലേക്ക് പോകാവുന്നതാണ്. ഇവിടേക്കുള്ള എൻട്രി ടൈം രാവിലെ 7 മണി മുതൽ 10 മണി വരെയും വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെയും മാത്രമാണ്. 1973 ഇവിടം വന്യജീവി സംരക്ഷണ കേന്ദ്രമാക്കിയത്. ജീപ്പ് സഫാരിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതിന് പ്രത്യേക ചാർജ് ഉണ്ട്. നിരവധി മൃഗങ്ങളെ ഈ യാത്രയിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മളുടെ യാത്ര KSRTC ബസ്സിലാണെങ്കിൽ ഇവിടെ ഒന്നും ഇറങ്ങാതെ നേരെ മൈസൂരിലേക്ക് പോകാം. മുത്തങ്ങക്കാട് കഴിഞ്ഞാൽ നമ്മൾ അടുത്തായി എത്തുന്നത് ബന്ദിപ്പൂർ ഫോറസ്റ്റിലാണ്. മുത്തങ്ങക്കാടിലും അതുപോലെ ബന്ദിപ്പൂർ ഫോറസ്റ്റിലും നമ്മൾ പോകുമ്പോൾ രാവിലെ 7 മണി 8 മണി ടൈമിൽ പോവുകയാണെങ്കിൽ നമ്മൾ നിരവധി മൃഗങ്ങളെ കാണാൻ കഴിയും. അതുപോലെ ഈ യാത്രയിൽ നമ്മൾ മറ്റൊന്നും കൂടി ശ്രദ്ധിക്കാറുണ്ട്. മുൻകൂട്ടി റൂം ബുക്ക് ചെയ്യാണ് ഏറ്റവും നല്ലത്. നമ്മൾ കുറഞ്ഞ ചിലവിൽ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം. മേക്ക് മൈ ട്രിപ്പിലോ അതുപോലെ തന്നെ ഗോബിബോയിലോ സെർച്ച് ചെയ്താൽ വളരെ ചീപ്പായ റേറ്റിൽ തന്നെ റൂം കിട്ടുന്നതാണ്. ബന്ദിപ്പൂർ ഫോറസ്റ്റിൽ നിന്ന് 26 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് ഗുണ്ടൽപേട്ട എത്താം. ഇവിടെ ഫ്ലവർ സീസൺ ആണെങ്കിൽ അനേകം പൂപ്പാടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വളരെ മനോഹരമായ കാഴ്ചയാണ് ആ ടൈമിൽ പോയാൽ നമുക്ക് കാണാൻ കഴിയുക. ഗുണ്ടൽപേട്ടയിൽ നിന്ന് 59 കിലോമീറ്ററാണ് മൈസൂരേക്കുള്ള ദൂരം. മൈസൂരിലെത്തിയിട്ടുള്ള ആദ്യത്തെ ടൂറിസ്റ്റ് സ്പോട്ട് വരുന്നത് മൈസൂർ പാലസ് ആണ്. മൈസൂർ ഭരിച്ചിരുന്ന വാഡ്യാർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ കൊട്ടാരം. ഇവിടേക്കുള്ള എൻട്രി ടൈം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5:30 വരെയാണ്. എൻട്രി ഫീ ആയി വരുന്നത് വലിയൊരാൾക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയാണ്. 1912 ഈ കൊട്ടാരം നിർമ്മിച്ചത്. ഈ കൊട്ടാരത്തിനുള്ളിലെ കാഴ്ചകൾ വളരെ മനോഹരമാണ്. താജ്മഹൽ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന കൊട്ടാരവും മൈസൂർ പാലസാണ്. പ്രതിവർഷം 27 ലക്ഷത്തോളം സഞ്ചാരികൾ ഈ കൊട്ടാരം സന്ദർശിക്കാറുണ്ട്. സെന്റ് ഫിലോമിനാസ് കത്തീഡ്രൽ മൈസൂർ. മൈസൂർ പാലസിൽ നിന്ന് 2.5 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. മൈസൂർ രൂപതയുടെ കത്തീഡ്രൽ ആയ ഒരു കത്തോലിക്ക ദേവാലയമാണിത്. കത്തീഡ്രൽ ഓഫ് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് ഫിലോമിന എന്നാണ് മുഴുവൻ പേര്. 1936 ഇത് നിർമ്മിച്ചത്. ഇത് ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പള്ളികളൊന്നാണ്. ഡാലി എന്ന ഫ്രഞ്ചുകാരനാണ് ഈ പള്ളി രൂപകൽപ്പന ചെയ്തത്. ഈ ദേവാലയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ജാതിമത ഭേദമന്യേ ആർക്കും പള്ളിയിൽ കയറാവുന്നതാണ്. ഇന്ന് ഈ ദേവാലയം മൈസൂരിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടിൽ ഒന്നാണ്. ചാമുണ്ഡി ഹിൽസ്. മൈസൂർ യാത്രയിൽ ആദ്യ ദിവസത്തെ അവസാനത്തെ സ്ഥലമാണിത്. സെന്റ് ഫിലോമിന ദേവാലയത്തിൽ നിന്നും 11 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. വളരെ മനോഹരമായ ഒരു സ്ഥലമാണിത്. ഈ കുന്നിലാണ് ചാമുണ്ടേശ്വരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 1827 കാലഘട്ടത്തിലാണ് ഈ കാണുന്ന ക്ഷേത്രം പുനർനിർമ്മിച്ചിരിക്കുന്നത്. മൈസൂർ ട്രിപ്പിലെ 2ാമത്തെ ദിവസത്തെ ആദ്യത്തെ സ്ഥലം മൈസൂർ സൂ ആണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ സൂ ആണ് മൈസൂർ സൂ. എൻട്രി ഫീ വലിയൊരാൾക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയാണ്. മൈസൂർ ടൗണിൽ നിന്ന് 3 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. ഇവിടേക്കുള്ള എൻട്രി ടൈം രാവിലെ 8:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ്. 152 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ സൂ മൈസൂർ രാജവംശത്തിലെ ശ്രീ ചാമരാജേന്ദ്ര വാഡിയാറിന്റെ നേതൃത്വത്തിലാണ് നിർമ്മിച്ചത്. മൈസൂർ യാത്രയിൽ ഏറ്റവും മനോഹരമായതും നിർബന്ധമായും കാണേണ്ട സ്ഥലമാണ് മൈസൂർ സൂ. 152 ഇനം പക്ഷികൾ തന്നെ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ വംശനാശ ഭീഷണി നേരിടുന്ന നിരവധി മൃഗങ്ങളെ നമുക്കിവിടെ കാണാൻ കഴിയും. മൈസൂർ റെയിൽവേ മ്യൂസിയം.
മൈസൂർ സൂവിൽ നിന്ന് 3.4 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. പഴയ റെയിൽ എഞ്ചിനുകളും വിവിധ ഘടനാഭാഗങ്ങളും പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു മ്യൂസിയമാണിത്. ഇവിടേക്കുള്ള എൻട്രി ടൈം രാവിലെ 10 മുതൽ വൈകിട്ട് 5:30 വരെയാണ്. എൻട്രി ഫീ വലിയൊരാൾക്ക് 50 രൂപയും കുട്ടികൾക്ക് 20 രൂപയാണ്. ഇത് മൈസൂർ റെയിൽവേ സ്റ്റേഷന് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. ട്രെയിനുകളെക്കുറിച്ചും അതുപോലെ ട്രെയിൻ എഞ്ചിനുകളെക്കുറിച്ചും വിശദമായി അറിയാൻ ഈ മ്യൂസിയത്തിൽ വന്നാൽ സാധിക്കും. 1979 ഈ മ്യൂസിയം ആരംഭിച്ചത്. ഇത് ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ റെയിൽ മ്യൂസിയമാണ്. ഇവിടെ വന്നാൽ നമുക്കൊരു ചെറിയ ടോയ് ട്രെയിൻ കൂടി കാണാൻ കഴിയും. മൈസൂർ യാത്രയിൽ നിർബന്ധമായും കാണേണ്ട സ്ഥലം കൂടിയാണിത്. സാൻ മ്യൂസിയം മൈസൂർ. മൈസൂർ റെയിൽവേ മ്യൂസിയത്തിൽ നിന്ന് 6 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. അതുപോലെ മൈസൂർ സൂവിൽ നിന്ന് 2.5 കിലോമീറ്ററാണ് ഈ സാൻ മ്യൂസിയത്തിലെ ദൂരം. നമുക്ക് വേണമെങ്കിൽ സാൻ മ്യൂസിയം കണ്ടതിന് ശേഷം റെയിൽവേ മ്യൂസിയത്തിലേക്ക് പോകാം. ഇവിടെ എൻട്രി ടൈം വരുന്നത് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6:30 വരെയാണ്. എൻട്രി ഫീ ആയി വരുന്നത് വലിയൊരാൾക്ക് 40 രൂപയും കുട്ടികൾക്ക് 20 രൂപയാണ്. ഇതൊരു ശില്പ മ്യൂസിയമാണ്. ഇവിടെ മണലിൽ തീർത്ത നിരവധി കൊത്തുപണികൾ നമുക്ക് കാണാൻ കഴിയും. 150ഓളം മണൽ ശില്പങ്ങളാണ് ഇവിടെയുള്ളത്. നമ്മൾ ഇതുവരെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായൊരു മ്യൂസിയമാണ് സാൻ മ്യൂസിയം. ബൃന്ദാവൻ ഗാർഡൻ. കർണാടകത്തിലെ മാണ്ഡ്യ ജില്ലയിലാണ് ഈ പൂന്തോട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്കുള്ള എൻട്രി ടൈം രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെയാണ്. ഈ ഗാർഡൻ ലോകത്തിലെ ഏറ്റവും മികച്ച ടെറസ് ഗാർഡനിൽ ഒന്നാണ്. 1932 ഈ ഉദ്യാനം നിർമ്മിച്ചത്. 60 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ഗാർഡൻ വളരെ പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ടിപ്പു സുൽത്താൻ സമ്മർ പാലസ്. മൈസൂർ ബാംഗ്ലൂർ റൂട്ടിൽ ശ്രീരംഗപട്ടണത്തിലാണ് ടിപ്പു സുൽത്താൻ സമ്മർ പാലസ് സ്ഥിതി ചെയ്യുന്നത്. ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യകളുടെ ഒരു ഉദാഹരണമാണ് ഈ പാലസ്. മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താൻ്റെ വേനൽക്കാല വസതിയായിരുന്നു ഇത്. ഇവിടേക്കുള്ള എൻട്രി ടൈം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. 1791 ടിപ്പു സുൽത്താൻ്റെ ഭരണകാലത്താണ് ഈ പാലസ് നിർമ്മിച്ചത്. ഈ പാലസ് കൂടാതെ ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ട നിരവധി സ്ഥലങ്ങൾ ഈ ശ്രീരംഗപട്ടണത്തുണ്ട്. മൈസൂരിൽ ഇനിയും കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മൾ 2 ദിവസം കൊണ്ട് കാണാൻ കഴിയുന്ന സ്ഥലങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഏവർക്കും നന്ദി.